ഇപ്പൊ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഫാഷൻ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണല്ലേ. അതിലെങ്ങനെയാണ് രണ്ടുപേരും കണക്റ്റഡ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ലോഞ്ചിങ് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരുമിച്ച് അല്ല, നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു അന്ന്. നമ്മള് ഞാൻ എന്റെ മോഡലിംഗ് കമ്പനി തുടങ്ങിയപ്പോ ജാനു മേക്കപ്പ് ഒക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഒരു പ്ലാനിങ് ഫേസിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യും ഉറപ്പായിട്ടും. എന്തെങ്കിലും, കാരണം രണ്ടുപേർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. രണ്ടുപേർക്കും സ്വന്തമായിട്ട് അതിന്റെ ഇതുണ്ട്, അറിയാവുന്ന ഒരു മേഖലയാണ്. നമ്മള് ആക്ച്വലി ഒരു ഞാൻ പ്രോഡക്റ്റിന്റെ ഫുൾ കൊളാബറേഷൻ പാട്ട കൊടുക്കുന്നില്ല, നോക്കില്ല ഞാൻ. അതെ, അത് ശരിയാണ്. അപ്പം രണ്ടുപേരും അങ്ങനെ ഒരു ഇതിലെത്തിയിട്ടുണ്ടല്ലേ. ഇപ്പോഴും എല്ലാവരും ബാധിക്കുന്ന കേസ് തന്നെയാണ് ഒരു സ്കിൻ കെയർ. എല്ലാവർക്കും സ്കിൻ കെയർ അല്ല, സ്കിൻ വൈറ്റനിങ് ആണ് വേണ്ടത്. ആൾക്കാര് ഇതാ ചിന്തിക്കില്ല, ദിസ് ഈസ് മൈ ടോൺ, ഐ ഹാവ് ടു പോളിഷ്. അത് എല്ലാം ഫോറിനർ ആവാൻ പറ്റില്ലല്ലോ. അതിനെ പറഞ്ഞ ചിലപ്പോ ഈ ബോഡി പീലിംഗ് ചെയ്ത് ലൈക്ക് നമുക്ക് നമ്മളുടെ സ്കിൻ പോളിഷിങ് ചെയ്യണം. നമ്മൾ ഇങ്ങനെയാണ്, അങ്ങനെ അക്സെപ്റ്റൻസ് നമുക്ക് ആക്കി തന്നിട്ടില്ല മാത്രം. ബാക്കി ഞാൻ ഫെയർ ആവണം, ഞാൻ ഇങ്ങനെ പോലെ ആവണം, ഞാൻ നടക്കില്ലല്ലോ. ബിക്കോസ് എവ്രി വൺ ബോഡി സ്ട്രക്ചർ ഇസ് ഡിഫറെന്റ്, എവ്രി വൺ സ്കിൻ ടോൺ ഇസ് ഡിഫറെന്റ്, എവ്രി വൺ ലൈക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഇസ് ഡിഫറെന്റ്. സോ that structure totally different. Somebody is walking in that outside, somebody is walking inside, somebody is in full time AC. കുറെ ആൾക്കാർ ഒന്നും ജോലിയില്ലാത്ത വീട്ടിലേക്ക് എടുക്കുന്നത് അല്ലേ. സോ that is different. So ആൾക്കാർ ഇത് തെറ്റതാണ്. Because nowadays it's spoiling by the social media. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്കിൻ കെയറിൽ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത് ആ ഡാർക്ക്നെസ് മാറുക അല്ലെങ്കിൽ ടാനിങ് പോലല്ല, ബ്രൈറ്റ് ആവുക, വൈറ്റ് ആവുക. ഇപ്പൊ എത്ര പ്രോഡക്ട്സ് ആണ് അതിന്റെ പേരിൽ. ഒരിക്കലും ഡൾ ആവാത്തൊരു ഫീൽഡ് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ആരും വൈറ്റനിങ് എന്ന് പറഞ്ഞ് നടക്കണില്ല, ഗ്ലോ എന്നുള്ള ടേമിലോട്ട് മാറ്റി. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന ഇതാണ്. പക്ഷെ ഗ്ലോ എന്ന ഇപ്പൊ ടേം, ഇപ്പൊ ഞാൻ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോഴും നമുക്ക് അവർ കറക്റ്റ് ആയിട്ട് പറയും നെവർ യൂസ് വൈറ്റനിങ് എന്നുള്ള ടേമോ അങ്ങനത്തെ റേസിസ്റ്റ് ആയിട്ടുള്ളതൊന്നും യൂസ് ചെയ്യരുത്, നമ്മുടെ ഉള്ള സ്കിന്നിന് ഗ്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നില് നടക്കുന്നത് അങ്ങനെ പറഞ്ഞു. എന്റെ സജഷൻ ഉള്ളൂ, ഇഫ് നമുക്കൊരു ഒരു ഫ്ലവർ പോട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ മേലേക്ക് സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മേലേക്ക് ലീഫ് സ്പ്രേ ചെയ്തിട്ട് ഭയങ്കര പോളിഷ് അവര് വെള്ളം തടണ്ടേ. സോ യുവർ ഇൻസൈഡ് ഷുഡ് ബി വെരി ഗുഡ്. You have to be healthy, you have to eat a healthy food, you have to take care of your like sleep or timing for the food and diet, and automatically glow will come. Then top of that obviously we have to use that things. It's like പുറത്തൊക്കെ തയ്ച്ചിട്ട് നമുക്ക് പുട്ടിയടിച്ചിട്ട് പിന്നെ ഉള്ളിലൊക്കെ നമ്മള് കുറെ സാധനം കഴിച്ചിട്ട് 10,000 പിമ്പിൾ വെച്ചിട്ട് കാര്യമില്ല. അതെ, പക്ഷെ ഇവരൊക്കെ ഇതിന്റെ പിന്നാലെ പോണ റീസൺ എന്താ? ഈ ഇൻസെക്യൂരിറ്റീസ് വരാനുള്ള മെയിൻ റീസൺ ഇതുപോലെയുള്ള റേസിസ്റ്റ് കമന്റ്സും എല്ലാം കാരണമാണ്. ഈ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് വരുന്നതിന് കാരണം ഇത് തന്നെയാണ്, സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ, ഈ ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്ന ആളായിരിക്കും വേറൊരാളെ പോയിട്ട് ഈ കമന്റ് ഇടുന്നതും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കണം. സത്യം, സീരിയസ് ആയിട്ടുള്ള കാര്യം. That's why I said no, desperate people, desperate thinking. What can we do? Yeah.